അവിടുത്തെ നാമം എല്ലാ നാമത്തെക്കാളും ശ്രേഷ്ഠമായ നാമം. ആ നാമത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഈ റോമാലേഖന പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. റോമാലേഖന പഠനത്തിൻ്റെ ഇൻട്രൊഡക്ടറി, അതിൻ്റെ ആമുഖത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നാം ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ മലയാളം വേദപുസ്തകത്തില് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 4-ാം വാക്യവും 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആണ്. അത് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് വളരെ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 6, 7, 8, 9 വാക്യങ്ങൾ ആണ് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. The sum and substance of gospel. അപ്പോസ്തലനായ വിശുദ്ധ പോൾ പറയുക, the total gist അല്ലെങ്കിൽ അതിന്റെ ആകെ തുക എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സുവിശേഷത്തിന്റെ ആകെ തുക ക്രിസ്തു. ഒറ്റ വാക്കിൽ സുവിശേഷത്തെ ഒന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അതാണ് ആ ആദ്യ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതിൽ ഒരു കാര്യം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അത് പറഞ്ഞിട്ട് തുടർന്ന് അതിന്റെ 5-6 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഈ കർത്താവിന്റെ 2 നാമത്തെ കുറിച്ച് പറയുക, അല്ലെ? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ വെളിപ്പെടുകയും ചെയ്തു. ദാവീദിന്റെ സന്തതി, ദൈവപുത്രൻ. ഈ 2 നാമങ്ങൾ ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ദാവീദിന്റെ സന്തതി. എന്റെ പ്രിയരെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അത് ആ ദൈവത്വം മാറ്റി വെച്ചിട്ട് ദാസവേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വരികയുണ്ടായി, അല്ലേ? ഹല്ലേലൂയ. He was fully human and fully divine ആയിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ആയിരുന്നു, കംപ്ലീറ്റ്ലി ഗോഡ്. അതെങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും, അത് ഒറ്റ വാക്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുവാനായി ഇതൊരു വെളിപ്പാടാണ്, നമ്മുടെ ഉള്ളങ്ങളിൽ കിട്ടേണ്ട വെളിപ്പാട്. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ ഹി വാസ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ. നിങ്ങൾ ഓർക്കുന്നോ, എന്തുകൊണ്ടാ പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നത്? സുവിശേഷം നമ്മൾ കാണുന്നു. ഇപ്പോ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമായിട്ടാ ജീവിച്ചിരുന്നെങ്കിൽ പിശാച് ഒരിക്കലും പരീക്ഷിക്കാൻ പോകുമോ? ഇല്ല. He will never dare to go near God. ഒരിക്കലും പോകില്ല. കാരണം പിശാചിന് അറിയാമായിരുന്നു ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സമ്പൂർണമായിട്ട് പൂർണ്ണ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഈ മനുഷ്യനായിട്ട് വന്ന കർത്താവിനെ പണ്ട് ആദാമിനെ വീഴിച്ചതുപോലെ വീഴിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പിശാച്. മനസ്സിലായോ? പക്ഷെ ആദാം തോറ്റു. ഒടുക്കത്തെ ആദാമായ കർത്താവ് ജയിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജഡം സംബന്ധിച്ച് ഒരു പൂർണ്ണ മനുഷ്യനായിട്ടോ നമുക്കുണ്ടായിരുന്ന ക്ഷീണവും വിശപ്പും ദാഹവും ഉറക്കവും ഒക്കെ നമ്മുടെ കർത്താവിന് സങ്കടവും കരച്ചിലും കണ്ണീരൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ താൻ മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് താൻ ദൈവപുത്രൻ. ഞാൻ അന്നേരം നിങ്ങളോട് സൂചിപ്പിച്ചു, നമുക്കും ഇതുപോലെ 2 ജനനങ്ങളുണ്ട്. നമ്മുടെ മക്കളെ ആരും ശ്രദ്ധിക്കില്ലേ, ഒരിടെ നിന്നോട്ട് അവർ കെയർഫുള്ളായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ അവർ സുരക്ഷിതരാണ്. നമുക്കും ജഡപ്രകാരം ഒരു ജനനമുണ്ട്,
ഉയരങ്ങളിൽ നിന്നുള്ളൊരു ജനനമുണ്ട്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാളുണ്ട് ഒരു ജനനമാ നമുക്ക് വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതെന്താ? പാപസംബന്ധമായി നാം മരിച്ച് ഉയരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനായിട്ടുള്ള ഒരു വീണ്ടും ജനനം നമ്മുടെ ഉള്ളങ്ങളിൽ നടക്കുന്നു. അതിന്റെ പ്രതീകമായിട്ടാണല്ലോ നാം സ്നാനപ്പെടുന്നത്. സ്നാനത്തിലേക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, വെള്ളത്തിലേക്ക് നമ്മൾ മുങ്ങുമ്പോൾ നമ്മുടെ മരണത്തെയും കർത്താവിന്റെ മരണത്തോട് നമ്മൾ അനുകരിക്കുകയാണ്. മരണത്തെയും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആ പുനരുത്ഥാന ജീവന്റെ പ്രതികരിച്ചുകൊണ്ട്, അതാണല്ലോ ശരിക്കും കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ചേരുന്നതാണല്ലോ സ്നാനം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ നാം കണ്ടു, താൻ ജാതികളുടെ ഇടയിലും വിശ്വാസത്തിന് അനുസരണം വരണം. ആ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തികളാൽ തെളിയിക്കപ്പെടണം. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിലൂടെ അത് തെളിയിക്കപ്പെടണം. അബ്രഹാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അബ്രഹാമിന് വിശ്വാസമുണ്ട് എന്നുള്ളത്, നോഹ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത് തന്റെ പ്രവൃത്തിയാൽ താൻ തെളിയിച്ചു. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ഉള്ളിലും രക്ഷിക്കുന്ന വിശ്വാസമുണ്ട് എങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയാൽ തെളിഞ്ഞു വരണം. വാക്കുകൊണ്ട് പറയുകയില്ല, പ്രവൃത്തിയാൽ അതാണ് വിശ്വാസത്തിന്റെ അനുസരണം. അനുസരണം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തിയിലൂടെ നാം സ്വീകരിച്ച, നാം വിശ്വസിക്കുന്നത് തെളിഞ്ഞു വരണം, ജീവിതത്തിലൂടെ തെളിഞ്ഞു വരണം. ഹല്ലേലൂയ. എന്നിട്ട് ഈ ഇന്ന് ഞാൻ പറഞ്ഞ ആ വാക്കുകള് 3-4 വാക്യങ്ങളും 7-ാം വാക്യവും തുടർന്നുള്ള 2 വാക്യങ്ങളും റോമിലുള്ള വിശുദ്ധന്മാരെ അഭിസംബോധന ചെയ്യുന്നതാണ് നാം കാണുന്നത്. അത് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ 6-7 ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Among whom are you also called of Jesus Christ, to all that be in Rome, beloved of God, called to be saints, grace to you and peace from God our Father and the Lord Jesus Christ. മലയാളത്തിന്റെ ആ ലാംഗ്വേജിന്റെ പ്രത്യേകത മൂലം അത് പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഒപ്പം പൗലോസ് അപ്പോസ്തലൻ, വളരെ ജ്ഞാനിയായ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, തത്വസം എഴുതിയിരിക്കുകയല്ലേ. അപ്പോൾ ആ സെന്റൻസ് നോക്കി ഒരു പാരഗ്രാഫ് സെന്റൻസ് ആണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ദൈവവചന പഠനം ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ ആ 3-4 വായിക്കാം. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മതി. ഇവിടെ ഈ റോമിലെ ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ റോമിലെ ജനത്തെ വിളിക്കുന്ന 1, 2, 3 പദങ്ങളാ അവിടെ നാം കാണുന്നത്. റോമയിൽ ഒന്നാമത് പറയുന്നത്, അവരെ വിളിക്കുന്നത് ദൈവത്തിന് പ്രിയർ, beloved of Christ, the beloved of God. റോമയിലെ ദൈവത്തിന് പ്രിയരെ, ഒന്നാമത് അപ്പോസ്തലൻ അവരെ വിളിക്കുന്ന പേരാ. ആ റോമിലെ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനത്തെ അപ്പോസ്തലൻ വിളിക്കുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ എന്നാണ് എങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട നമ്മളെയും ദൈവം വിളിക്കുന്നത് പ്രിയപ്പെട്ടവർ. നാമും ദൈവത്തിന് പ്രിയപ്പെട്ടവരാ, നാം ദൈവത്തിന്റെ പ്രിയ മക്കളാ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാ. ഹല്ലേലൂയ. ഇവിടെ വിളിക്കുക ദൈവത്തിന് പ്രിയരും. ഹല്ലേലൂയ. രണ്ടാമത് വിളിക്കപ്പെട്ടവർ, അല്ലെ? ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട എന്ന് വെച്ചാല് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. The church in Rome, you are called apart or set apart. നിങ്ങൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. നിങ്ങൾ ദൈവത്തിന് പ്രിയരാ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. ഈ വാക്കുകൾക്കൊക്കെ വളരെ വ്യക്തമായ
വളരെ ശക്തമായ സന്ദേശങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ പദവി, നമ്മുടെ സ്ഥാനം, നമ്മൾ ആരാണ്, ഈ വാക്കുകളിലൂടെ അപ്പോസ്തലൻ ആ ജനത്തെയും ഒപ്പം നമ്മളോടും പറയുന്നത് നമ്മൾ ദൈവത്തിന് പ്രിയരെ. നമ്മളെ വിളിക്കപ്പെട്ടവരാ, നമ്മളെ വിളിച്ചു മാറ്റിയവരാ നാമും. ഹല്ലേലൂയ. എന്നിട്ട് മൂന്നാമതൊരു വാക്ക് പറയുന്നത് വിശുദ്ധന്മാരുമായ എല്ലാവർക്കും. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയരാ, നമ്മൾ വിളിക്കപ്പെട്ടവരാ. എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു? വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. വിശുദ്ധരാണ്. ദൈവം വിളിച്ചു വേർതിരിച്ച് വിശുദ്ധീകരിച്ച ജനമാണ്. ഹല്ലേലൂയ. തന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ കഴുകി വിശുദ്ധിയുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നമ്മളെ സഭയിലൊക്കെ കർത്താവിന്റെ ആ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ലോകത്തിലെ ജനത്തിന്റെ കൂടെ എണ്ണപ്പെടേണ്ടവരല്ല. അവരുടെ രീതിയും അവരുടെ ജീവിതവും അല്ല നമ്മളെ സെറ്റപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ അവരെ അഭിസംബോധന ചെയ്യുന്നത് വഴി റോമിലെ ജനത്തോട് റിമൈൻഡ് ചെയ്യുക, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയരാ, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാ. വിളിക്കുന്നത് എന്തിനാ? വിശുദ്ധിക്കായി. അത് മാത്രമല്ല, പഴയ നിയമസഭയിലെ പഴയ നിയമ പിതാക്കന്മാർ അല്ലെങ്കിൽ പഴയ നിയമ ഇസ്രായേലിനെയും ദൈവം വിളിച്ചു വേർതിരിച്ചതാ. പക്ഷെ പുതിയ നിയമ ഇസ്രായേലിനുള്ള പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. അത് അവർക്കില്ല, നമുക്കുള്ള ഒരു ഭാഗ്യമാണ്. നമ്മൾ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. എത്രയോ അർത്ഥതലങ്ങളുള്ള വാക്യങ്ങളാ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ, എന്റെ പ്രവർത്തികളെ, എന്റെ സംസാരത്തെ, എന്റെ ചിന്തകളെ, ഞാൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ, ഞാൻ പോകുന്ന ഇടങ്ങളെ, ഞാൻ കാണുന്നത് കേൾക്കുന്നത് എല്ലാത്തിനെയും നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നമ്മളൊന്ന് ശോധന ചെയ്യണം. ഈ വാക്കുകൾ കർത്താവ് എങ്ങനെയാ നമ്മളെ കുറിച്ച് കരുതിയിരിക്കുന്നത്? ഞാൻ സ്നേഹിക്കുന്നവരാ, അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പദവിയാണ്. ഹല്ലേലൂയ. നമ്മുടെ റൈറ്റാ. നിങ്ങളെ വിശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെ? നമുക്ക് റൈറ്റും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളെ വിളിച്ചു വേർതിരിച്ചവരാണ്, ദൈവത്തിനായി സെറ്റപ്പാർട്ടായിട്ടുള്ള ജനമാണ്. അത് നമ്മുടെ റൈറ്റാണ്, ദൈവം നമുക്ക് നൽകിയിരുന്ന പദവിയാണ്. പക്ഷെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്കായിട്ടാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ ഈ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ വെറുതെ അവരെ ഒന്ന് നമ്മളിപ്പോൾ സഭകളിലൊക്കെ ഒന്ന് പൊക്കാനായിട്ടല്ലേ അങ്ങനെ പറയുന്നതല്ല അപ്പോസ്തലനോട്. കാരണം അപ്പോസ്തലനായ പൗലോസിന്റെ കൺവിക്ഷൻ, തന്റെ കാഴ്ചപ്പാടിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ സുവിശേഷത്തെ കുറിച്ചുള്ള ദൈവത്തിന് ആയി വേർതിരിക്കപ്പെട്ട മക്കളെ കുറിച്ച് ദൈവത്തിനുള്ള കാഴ്ചപ്പാടിന്റെ വെളിപ്പാടിൽ നിന്നായി വാക്കുകൾ പറയുന്നത്. അതെവിടുന്ന അപ്പോസ്തലൻ എടുക്കുന്നത്? നമുക്ക് പോകാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6. അവിടെയാണ് ഇസ്രായേൽ ജനത്തെ യഹോവയായ ദൈവം വിളിക്കുന്നത്. അവരെ കുറിച്ച് യഹോവയായ ദൈവം പറയുക. ഡ്യൂട്രോണമി 7:6 എന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം. ആരെ കുറിച്ചാണ് പറയുന്നത്? പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനമാ, ജാതികളെ പോലെ അല്ല, നിങ്ങൾ വിശുദ്ധ ജനം ആകുന്നു. തുടർന്ന് ഭൂതലത്തിലുള്ള സകല ജാതികളെയും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായി. നിങ്ങൾ ദൈവത്തിന്റെയാ, നിങ്ങൾ എന്റെ സ്വന്തം ജനമാ, നിങ്ങൾ വിശുദ്ധ ജനമാ, വിശുദ്ധനായ എന്റെ സ്വന്തം ജനമാ. തുടർന്ന്
സ്വന്തം ജനമായിരിക്കേണ്ടത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തു. നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പഴയ നിയമ ഇസ്രായേലിനെ യഹോവയായ ദൈവം അഭിസംബോധന ചെയ്യാനായിട്ട് അവരെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പദങ്ങൾ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ റോമിലെ പുതിയ നിയമസഭയാകുന്ന റോമിലെ വിശുദ്ധരെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ, സ്വന്തം ജനം, വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്കുകൾ തന്നെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആ വിളിയെ കുറിച്ചുള്ള ഒരു ബോധ്യം, ഞാൻ എവിടെയാ നിൽക്കുന്നത്, എന്റെ പദവിയും എന്റെ റെസ്പോൺസിബിലിറ്റിയും എന്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടിയും വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെയാണെന്നൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വാക്കുകൾ മാത്രം നോക്കിയാൽ മതി. ഡിട്രോമിൽ പറയുക, ആവർത്തന പുസ്തകത്തിൽ പറയുക, ഞാൻ തെരഞ്ഞെടുത്ത എന്റെ വിശുദ്ധ ജനം. ഈ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ജനം, ഈ പദം കേൾക്കുമ്പോൾ നമുക്ക് നേരെ ഒരു മറ്റൊരു, ഇപ്പം ഞാൻ എനിക്ക് വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, എൻ്റെ പേരൻസിനോടൊക്കെ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നത് അവരുടെ ചർച്ചിലുള്ള ഗ്ലാസ് ഇട്ട് കൂടിനകത്തിരിക്കുന്ന വ്യക്തികളാണ്, ഇല്ലേ? അല്ലെങ്കിൽ ചർച്ചിന്റെ ആ സ്റ്റെയിൻഡ് ഗ്ലാസ്സിലൊക്കെ വരച്ചിട്ടുള്ള പിക്ചറുകൾ. നമുക്കതാ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരുന്നല്ലേ. കാരണം നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് അവരാണ് വിശുദ്ധർ, നമ്മള് വേറെ ഏതോ ഒരു ഗ്രൂപ്പിൽ പെട്ടവർ. വിശുദ്ധൻ എന്ന് വിളിച്ചാൽ അതിന്റെ സിമ്പിൾ മീനിങ് വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. വിശുദ്ധൻ സിമ്പിൾ ആയിട്ട് അതിന്റെ അർത്ഥം നാം നോക്കിയാൽ, വിശുദ്ധൻ എന്ന് വെച്ചാൽ, സെയിന്റ് എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, അതാണ് അതിന്റെ സിമ്പിൾ മീനിങ്. കാരണം ഇസ്രായേൽ ജനത്തെ ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചവരാണ്. അവരോട് എപ്പോഴും അവരെ റിമൈൻഡ് ചെയ്തോണ്ടിരുന്ന കാര്യമാണ്, നിങ്ങൾ എന്റെ ജനമാ, നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാ, അവരോട് ഇടകലർന്നു പോകരുത്, ഒരിക്കലും അവരോട് ഇടകലർന്നു പോകരുത്. എനിക്ക് വേണ്ടി, എന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട്, ഹല്ലേലൂയ, എന്റെ നാമം നിങ്ങളിലൂടെ ഇവർ കാണണം, എന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടണം, അതിനായിട്ട് ഞാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാ. അങ്ങനെയെങ്കിൽ ഇത് തന്നെയാണ് നമ്മളോട് പറയാനുള്ളത്. നിങ്ങളും അവകാശപ്പെടുന്നു, ഞാനും ദ സോ കോൾഡ് വിളിച്ചു വേർതിരിക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിച്ച വ്യക്തിയാണെന്ന് നിങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിലൂടെ, എന്റെ സംസാരത്തിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ, എന്റെ ഇടപാടുകളിലൂടെ ദൈവത്തിന്റെ നാമം അതിൽ കുറഞ്ഞാക്കൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ച്, കർത്താവിനായിട്ട് വിളിച്ച് വേർതിരിച്ചെങ്കിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ഏകാഗ്രതയോടെ, സ്നേഹത്തില്, തീക്ഷ്ണതയോടെ കർത്താവിനായിട്ട് മാറ്റപ്പെട്ട ഒരു ജനം. ഹല്ലേലൂയ. അതാ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യ ഭാഗത്തോട്ട് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുക, ഓർത്തോണേ, വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ് ഇതുണ്ട്. ഹല്ലേലൂയ. അവരെ റിമൈൻഡ് ചെയ്യുക, വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. നിങ്ങളുടെ ഈ കർത്താവുമായിട്ടുള്ള ആ ഏകാഗ്രതയും ആ നിർമ്മലതയും ആ തീക്ഷ്ണതയും, യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, നിന്റെ യൗവനത്തിലെ സ്നേഹവും ഹല്ലേലൂയ, അതിനെ മറിച്ചു കളയുവാൻ തക്ക ഉപദേശം ഉണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ അപ്പോസ്തലൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ. പിശാച് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്.
കർത്താവുമായിട്ടുള്ള ആ ഏകാഗ്രതയും തീഷ്ണതയും നമ്മൾ ഇന്ന് മാറ്റിക്കൊണ്ട് അത് പോയാൽ നമ്മെ മറിച്ച് താഴെ ഇടാൻ ഒരു പ്രയാസമില്ല. ഹല്ലേലൂയ. പ്രത്യാശ നഷ്ടപ്പെട്ട പിന്നെ നിങ്ങൾക്ക് പിശാച് നിങ്ങളിൽ എന്താഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്യും. നിങ്ങളെ തകർക്കാനും മുടിക്കാന് നശിപ്പിച്ച് കളയാനായിട്ട് നമ്മളതല്ലേ എബ്രായത്തിൽ നമ്മളെ നിലനിർത്തുന്ന നങ്കൂരം എന്താ? പ്രത്യാശയാണ്. എന്താ പ്രത്യാശ? എന്റെ കർത്താവിന്റെ നിങ്ങളുടെ പുനരുത്ഥാനം, ഈ ശരീരം പുനരുത്ഥാനം പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് പുതിയ ശരീരം പ്രാപിച്ച് കർത്താവിനോടൊപ്പം പോകും. അതെന്റെ പ്രത്യാശയാണ്. നിത്യത എന്റെ ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ആ കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയിലും കർത്താവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലുള്ള ജീവിതത്തിലൂടെ നമുക്കതൊക്കെ അതിൽ ബലം പ്രാപിക്കാനോ അതിൽ ജീവിക്കാനോ സാധിക്കുള്ളൂ. ഇതിന് മറച്ചു കളയാൻ വരും. ഇതിന് മറച്ചു കളയുവാൻ തക്ക കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്ന് അപ്പോസ്തലൻ കൊറിന്ത്യർ സഭയോട് റിമൈൻഡ് ചെയ്യുക. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നിങ്ങൾ ആ ആവർത്തന പുസ്തകം അതിന്റെ അടയാളം വിട്ടിട്ടില്ലെങ്കിൽ 7:6 വായിച്ചത്. അതിന്റെ 7 കൂടെ ഒന്ന് വായിച്ചാലോ? 2-ാം അധ്യായത്തിന്റെ ആ 7 കൂടെ വായിച്ചാല് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് തന്നെ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇവിടെ ഈ ഇസ്രായേൽ ജനത്തോടെ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് ഗുണം, എന്ത് മേന്മ. ഇന്നിപ്പോ പോന്നപ്പോ ലിനോ ബ്രദർ എന്നോട് പറയുക, എന്റെ ബോംബെയിലുണ്ടായിരുന്ന ജീവിതത്തെ ഞാൻ എങ്ങനെയായിരിക്കേണ്ടതായിരുന്നു ഈ കർത്താവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഗുണം പറയാൻ? ഇവരോട് പറയാ, നിങ്ങൾക്ക് എന്ത് ഗുണം കൊണ്ട് പറയാം? ഞാൻ നിങ്ങളെ സ്നേഹിച്ച് തെരഞ്ഞെടുത്തതാ. അങ്ങനെയാണ് വിജയബ്രദറിനെ കുടുംബത്തെ സ്നേഹിച്ച് ദൈവം തെരഞ്ഞെടുത്തത്. അല്ലാണ്ട് നമ്മളെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് സാമ്പത്തികം, നമുക്ക് നല്ല കളറുണ്ടോ? നമ്മളെ കാണാൻ എന്ത് രസമുള്ള, അതിനകത്ത് എത്ര നല്ല ആൾക്കാർ എനിക്ക് ഈ ദേശത്തുണ്ട്. നമുക്ക് എന്താ പറയാ? ഒന്നും പറയാം. ദൈവം നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇവർക്കൊന്നും ലഭിക്കാത്ത ഈ ഭാഗ്യം, ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് കയറുമ്പോ, ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് കയറുമ്പോ, അയ്യോ പൗലോസ് അപ്പോസ്തലൻ മുട്ടിലേക്ക് വേണ്ടി, അയ്യോ ദൈവത്തിന്റെ ജ്ഞാനമേ, ആഴമേ, അവിടുത്തെ അറിവേ, അവിടുത്തെ സ്നേഹമേ. ജനത്തോട് തന്നെ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങൾ ചെറിയ ആൾക്കാരില്ല, നിങ്ങൾക്ക് എന്ത് ബലമുണ്ട്, എന്ത് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയരെ, ഈ ഭാഗമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഇത് പഠിക്കുന്നത് ശരിക്കും നമ്മുടെ അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടേണ്ടതിനും ഓരോ ദിവസവും നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ഒരു പ്രതിമയായി നാം മാറേണ്ടതിനും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസാരവും രീതിയും ഒക്കെ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുന്ന ആ പദവിക്ക് ചേർന്നതാണോ എന്ന് ദിനംതോറും നാം ചിന്തിച്ചോണം. പണ്ടൊരിക്കലും എന്നോടൊരു പാസ്റ്റർ ആന്റി പറഞ്ഞത് മറന്നു വരാണ്. എല്ലാ ദിവസവും ഞാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കും, ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്താ ചെയ്തത്. എനിക്ക് പലപ്പോഴും നമ്മൾ നല്ലൊരു തോട്ടാണ്, ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു. ഹല്ലേലൂയ. നമ്മളെയും പലപ്പോഴും ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് ചിന്തിക്കുന്ന തോട്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് അതിന് 1-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ എല്ലാവർക്കും എഴുതുന്നത്, എന്നിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യുക. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും
കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവരെ ഗ്രീറ്റ് ചെയ്യുക. എന്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞ്? കൃപയും സമാധാനം. ഇതും അപ്പോസ്തലൻ വെറുതെ അങ്ങ് ഗ്രീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാൻ അതിനൊരു റെഫറൻസ് പറഞ്ഞുതരാം. പുസ്തകം 6-ാം അധ്യായം 22 വാക്യത്തിൽ നോക്കി. സംഖ്യാപുസ്തകത്തില് അവിടെ മോശയോടും അഹരോനോടും യഹോവയായ ദൈവം പറയുമ്പോൾ എങ്ങനെ ഇസ്രായേൽ ജനത്തെ ഗ്രീറ്റ് ചെയ്യണം. 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചാൽ 6:22 വായിക്കുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടതെന്നാൽ യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. കൃപയും സമാധാനവും. എന്താ കൃപ? അർഹിക്കാത്തത് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ രക്ഷ കൃപയാന്ന് പറയുന്നത്. നമ്മൾ ആരും അർഹിക്കുന്നില്ല. എന്താ കരുണ? അർഹിക്കുന്നത് തരാത്തതാണ്. എന്തോ ഫ്ലെമിംഗ് ബ്രദർ നമ്മൾ അർഹിക്കുന്നത് നിത്യനരകമായി. What do I deserve? Eternal hellfire. കാരണം ജന്മം കൊണ്ട് ഞാൻ പാപിയായി പാപത്തിൽ ജീവിച്ച് നമുക്കെല്ലാവർക്കും എന്റെ പാസ്റ്റർ എനിക്ക് പറയാനുണ്ട്, I was heading towards eternal hellfire. അതായിരുന്നു ഞാൻ അർഹിക്കുന്നു. അതെനിക്ക് ദൈവം തന്നില്ല. അവിടുത്തെ കരുണയാണ്. എന്നിട്ട് എനിക്ക് അർഹതയില്ലാത്തൊരു സാധനം എനിക്ക് തന്നു, നിത്യജീവൻ. ദൈവത്തിന്റെ ഹല്ലേലൂയ. സമാധാനവും കൃപയല്ലേ? സമാധാനവും കൃപയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടതിന് ശേഷം ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ് 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്താൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാധിച്ചു. അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഒരു വിഷയം എന്താ ഇത് ബ്രദറെ ചിന്തിച്ചേക്കാം. 8-ാം വാക്യത്തിൽ അവരെ ഓർത്ത്, റോമിലെ ജനത്തെ ഓർത്ത് അപ്പസ്തോലൻ ദൈവത്തെ സ്തുതിക്കുക, നന്ദി പറയുക. 9-ാം വാക്യത്തിൽ അപ്പസ്തോലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. റോമിലെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 9-ാം വാക്യത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, നമുക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് വളർന്നു പോകണമെങ്കിൽ 2 കാര്യങ്ങൾ ഇൻഎവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങൾ: വചനം, പ്രാർത്ഥന. വൺ സൈഡഡ് ആയി പോകരുത്. പ്രാർത്ഥന മാത്രം വചനമില്ല, നോ. വചനം മാത്രം പ്രാർത്ഥനയില്ല, നോ. ഇതൊരു ബാലൻസിലായിരിക്കണം. നമുക്ക് വചനവും വേണം, പ്രാർത്ഥനയും വേണം. അപ്പസ്തോല പ്രവൃത്തികൾ എടുത്തു നോക്കൂ, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പസ്തോലൻ പറയുക, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. അല്ലെ? അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഓർക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ വായിച്ച് പരിചയമുള്ളവർക്കറിയാം. ഒരു ഇഷ്യൂ, അവരുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായതിന് കാരണം വിധവകളായ ഞങ്ങളുടെ സഹോദരിമാരെ അവരുടെ പന്തിയില് വേർതിരിവ് കാണിച്ചപ്പോൾ അപ്പസ്തോലന്മാർ അവരുടെ ആ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലൻ പറഞ്ഞതാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. ഹല്ലേലൂയ. ഇതും ഒരു ടു സർട്ടൻ എക്സ്റ്റെന്റ് പിശാചിന്റെ കളിയാണ്. വചനം മാത്രം
പ്രാർത്ഥന മാത്രം. അങ്ങനെയല്ല, രണ്ടും ബാലൻസ്ഡ് ആയിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പോൾ പറയുക, റോമിലെ വിശുദ്ധർക്ക് വേണ്ടി ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യമാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ 15-ാം അധ്യായത്തിന്റെ 30-31 വാക്യം കൂടെ ഒന്ന് ചേർത്ത് ഒരു സന്ദേശം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 15-ാം അധ്യായത്തിന്റെ 30-31 കൂടെ ഒന്ന് വായിക്കാം. നമ്മൾ ആ പ്രാരംഭ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു സന്ദേശം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് ചിന്തിക്കുക. 15-ാം അധ്യായം ചാപ്റ്റർ 15 വേഴ്സ് 30 and 31 ഞാൻ വായിച്ചല്ലോ. എന്നാൽ സഹോദരന്മാരെ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. മതി. ഹല്ലേലൂയ. See, ഈ 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഒരു 10-15 മിനിറ്റ്സ് എനിക്ക് വേണേ. ആദ്യം 9-ൽ അപ്പോസ്തലൻ റോമിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ ഭാഗം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് ജമ്പ് ചെയ്ത് ആ 15-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ, അവിടെയും പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പോൾ ഈ റോമിലെ ജനത്തോട് പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പോൾ പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ധർമ്മശേഖരം കൊണ്ടുപോകുന്നു, ഞാൻ അവിശ്വാസികളുടെ ഇടയിലേക്കാണ് പോകുന്നത്, അങ്ങനെ 1-2-3 കാര്യങ്ങൾ പോലോടെ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് അപ്പോസ്തലൻ അവിടെ ഈ റോമിലെ ജനത്തോട് പറയുകയാണ്. ഈ രണ്ട് നിങ്ങൾ കരങ്ങൾ അവിടെ അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്രാർത്ഥന നോക്കിയാലും 9-ാം വാക്യത്തിലും 31-ാം വാക്യത്തിലും നാം കാണുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ. അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ബൈ ദ വിൽ ഓഫ് ഗോഡ്. 15-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. 15-ന്റെ 32-ലും അപ്പോസ്തലൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലേ? എന്താ പറയുന്നത് അവിടെ? അങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ. ഈ രണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അപ്പോസ്തലൻ തനിക്ക് വേണ്ടി ഇവരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദൈവേഷ്ടത്താൽ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുകയാണ് അതിന്റെ 9-ാം വാക്യത്തിൽ, എനിക്ക് നിങ്ങളെ, റോമിലെ വിശുദ്ധരെ, റോമിലെ ദൈവസഭയെ ഒന്ന് കാണണം, അതിനായി വഴി തുറക്കണം. അതാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. എന്താ? നിങ്ങളെ വന്ന് കാണാനായിട്ട് വഴി തുറക്കണം. എന്റെ ആഗ്രഹം, റോമിൽ ആ സഭയിൽ പോയിട്ടില്ല, എന്റെ ആഗ്രഹം എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരണം, നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, നിങ്ങളെ വന്ന് കാണണം, അവിടുന്ന് സന്തോഷത്തോടെ നിങ്ങളാൽ അയക്കപ്പെട്ട് എനിക്ക് സ്പെയിനിലേക്ക് പോകണം. ഞാൻ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അത് പറയായിരുന്നു. ഈ ലേഖനം അപ്പോസ്തലൻ എഴുതുന്നത് കൊറിന്ത് സഭയിൽ ഇരുന്നുകൊണ്ടാണ്. കൊറിന്ത് സഭയിൽ ഇരുന്നിട്ട് എഴുതിയ ലേഖനം കെൻക്രയ സഭയിലെ ഫേബെ എന്ന ഒരു സഹോദരി വഴിയാണ് റോമിലേക്ക് കൊടുത്തുവിടുന്നത്. അപ്പോൾ ആ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലന്റെ ആഗ്രഹമുണ്ട്, ഞാൻ ആദ്യം യെരൂശലേമിലേക്ക് പോകും, അവിടുന്ന് റോം വഴി സ്പെയിനിലേക്ക് പോകും. അതായിരുന്നു അപ്പോസ്തലന്റെ വിഷൻ, ആഗ്രഹം. പക്ഷെ അങ്ങനെ ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചേർക്കുന്ന ഒരു ഭാഗമാണ്, ഇത് ദൈവഹിതമാണെങ്കിൽ, ഇത് ദൈവേഷ്ടമാണെങ്കിൽ എന്റെ ആഗ്രഹം ഇതാ, എന്റെ ആഗ്രഹം എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നാ. പക്ഷെ ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ?
ആരാ പ്രാർത്ഥിക്കുന്നത്? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. ദൈവം തന്റെ ചീഫ് ഗോസ്പലിന്റെ ചീഫ് എക്സ്പോണന്റ് ആയിട്ട് ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ച വ്യക്തി. അപ്പോൾ ഹല്ലേലൂയ, എത്ര ജാതീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. കർത്താവിന്റെ സുവിശേഷം എത്ര കരകളിൽ പ്രസംഗിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പറയുക, ദൈവം എന്നെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. But still, I completely depend on you. എന്റെ ആശ്രയവും എന്റെ ഡിപ്പെൻഡൻസിയും എന്റെ ആഗ്രഹവും എന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും എന്റെ ജീവിതത്തിൽ നടക്കണം. ഹല്ലേലൂയ. അപ്പോളിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു. ദൈവേഷ്ടമാണെങ്കിൽ, എന്റെ ആഗ്രഹം ഇങ്ങനെയാ. എനിക്ക് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളും എങ്ങനെ ക്രമപ്പെടണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും? എന്റെ ഇഷ്ടം എങ്ങനെയാ, എന്റെ താല്പര്യം എങ്ങനെയാ, പക്ഷെ ഇത് ദൈവഹിതമാണെങ്കിൽ, ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കണം. അതെന്താ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്താ അപ്പോസ്തലൻ ദൈവേഷ്ടമാണ്? എന്താ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ആ ഒരു മഹാത്മ്യം, ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മേന്മ എന്താ? റോമാലേഖനം 12:2 വായിച്ച്. റോമൻസ് ചാപ്റ്റർ 12:2, 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് ദൈവഹിതം എന്നുള്ളത് ഗുഡാണ്, പെർഫെക്റ്റ് ആണ്, പ്ലീസിംഗ് ആണ്. The will of God is good, perfect and pleasing. ദൈവത്തിന്റെ ഹിതം, ദൈവേഷ്ടം നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ളതാണ്. ഈ വെളിപ്പാട് ലഭിച്ച അപ്പോസ്തലൻ പറയുക, എന്റെ ആഗ്രഹം എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നാ, പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം നടന്നാൽ മതി. കാരണം എന്റെ ആഗ്രഹത്തെക്കാളും എന്റെ ഇഷ്ടത്തെക്കാളും നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ളത് ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ പ്രാർത്ഥന നോക്കിയേ. ദൈവത്തിന്റെ ഹിതത്തിലാ നന്മയുള്ളത്, ദൈവത്തിന്റെ ഹിതത്തിലാ പൂർണ്ണതയുള്ളത്, ദൈവത്തിന്റെ ഇഷ്ടത്തിലാ പ്രസാദമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നറിയോ? ഇവിടെ കർത്താവ് പറയുക, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് എന്നെ അയച്ചവൻ എന്നെ ഒരു നാളും തനിയെ വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് എപ്പോൾ ഉറപ്പിക്കാം? എപ്പോൾ അവന്റെ ഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തില് അവന്റെ ഹിതം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ, make it a point that God is in your life, God is in your family. അതാണ് അതിന്റെ ഉറപ്പ്. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായി? കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഞാൻ അവന്റെ ഹിതം ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതുകൊണ്ട് he never left me alone. അവൻ എന്നെ ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല, തനിയെ വിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ദൈവ സാന്നിധ്യം എപ്പോൾ നമുക്കുണ്ടെന്ന് വിശ്വസിക്കാം. നാം എപ്പോഴൊക്കെ ദൈവത്തിന്റെ ഹിതത്തിനായി ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴൊക്കെ അങ്ങനെയാണെങ്കിൽ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പോള് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളോട് കൂടെ ആയിരിക്കണം, നിങ്ങളോട് കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആത്മീയ വർധന അടുത്ത ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവേഷ്ടം സകലത്തിലും നടക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ,
നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഒമാനിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥന, എൻ്റെ പിതാവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്നായിരുന്നു. അത് വെറുതെ ചുമ്മാ വാക്കായിട്ട് പറയില്ല, ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം. ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നടക്കുക ഞങ്ങളുടെ ജീവിതത്തില്. പക്ഷെ എനിക്ക് ഉറപ്പാ, നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ളതാ ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കത് പൗലോസിന്റെ ജീവിതത്തിലൂടെ പറഞ്ഞുതരാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ഈ 15-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ അപ്പസ്തോലൻ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് നമ്മൾ ഇന്ന് പലരും തെറ്റായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. നമ്മളിന്ന് പലരും മനസ്സിലാക്കിയിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൂടെ മനം തണുക്കേണ്ടത്, നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണം. എന്താ ഈ പോരാടി പ്രാർത്ഥിക്കുക? ആരാ പറയുന്നത്? പോൾ എത്രത്തോളം കഷ്ടതയിലൂടെ കടന്നുപോയ വ്യക്തി. ഈ റോമിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപ് താൻ 3 മിഷണറി യാത്ര ഓൾറെഡി കഴിഞ്ഞു. എത്ര പ്രാവശ്യം താൻ മരിച്ചുപോയി. അന്നൊന്നും കാണാത്ത, അവിടെ ഒന്നും പറയാത്ത ഒരു കാര്യം താൻ ഇവിടെ പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ഈ പോരാടൽ, പിടിച്ചു വെച്ച് പോരാടി പ്രാർത്ഥിക്കുക. എന്താ ഈ പോരാടി പ്രാർത്ഥിക്കുക? ഇവിടെ എന്താ ഈ ഭാഗത്തിലൂടെ അപ്പസ്തോലൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് വേർതിരിക്കപ്പെട്ട സഭയാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മുടെ ഒരു പെന്തക്കോസ്റ്റൽ തിങ്കിങ് എങ്ങനെയാണ്? പോരാടി ദൈവം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, നമ്മള് പോരാടുക, പ്രാർത്ഥിച്ചു ഈ ദൈവത്തിന്റെ ഈ കൈ കൊന്ന് അഴിച്ച് ഓക്കെ ഞാൻ തരാം. നമ്മുടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് അതാ, പോരാടി പ്രാർത്ഥിക്കുക. അങ്ങനെയാണോ ദൈവം? ദൈവം ഇങ്ങനെ ഒരു ടാസ്ക് മാസ്റ്ററെ പോലെ ഇരിക്കും, തരത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു. നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ദൈവം പ്രാർത്ഥിച്ചു തരും. പക്ഷെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ പ്രാണന് ക്ഷയം വന്നു, എൻ്റെ പ്രാണന് അത് ഉപകരിച്ചില്ല. ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് പ്രാണൻ ഉപകരിക്കാത്തൊന്നും തരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ എന്താ ഈ പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? കൊളോസി ലേഖനം, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് വേഗം അവസാനിപ്പിക്കാം. കൊളോസി ലേഖനത്തിലേക്ക് വന്നാല്, കൊളോസി ലേഖനത്തില് അപ്പോസ്തലൻ എപ്പഫ്രാദിത്തോസ് ദേവദാസനെ കുറിച്ച് പറയുന്നുണ്ട്. കൊളോസി ലേഖനം അതിന്റെ 4-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്തു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചവരൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിലനിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പഫ്രാദിത്തോസ് എന്തിനു വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു? പറഞ്ഞേ, ദൈവഹിതം എന്തെന്ന് അല്ലെ? ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് എപ്പഫ്രാദിത്തോസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഹല്ലേലൂയ. കൊളോസ്യ സഭയിലെ ജനങ്ങളോട് പറയുക, കൊളോസ്യ സഭയിലെ ജനത്തിന്റെ ശുശ്രൂഷകനായ എപ്പഫ്രാദിത്തോസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ? നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഹിതം എന്തെന്ന് മനസ്സിലാക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ഉറപ്പ് നിശ്ചയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് പോരാടി പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ദൈവം എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ചോദിച്ചോ തരത്തില്ല, നമ്മൾ പ്രാർത്ഥിച്ചു പോരാടി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു ഇങ്ങ് വാങ്ങിക്കുന്നു, അതല്ല. എപ്പഫ്രാദിത്തോസ് പ്രാർത്ഥിക്കുക, നമുക്ക് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്തെന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടാകണം. അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകേണ്ടതിനായി എപ്പഫ്രാദിത്തോസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ട് എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാണ്.
എന്റെ പ്രിയരെ, എല്ലാവരുടെയും ഇഷ്ടം എന്റെ ഇഷ്ടം നടക്കണം, എന്റെ താല്പര്യം നടക്കണം, എനിക്ക് വേണ്ടത് എന്റെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഈ ഒരു ആസ്പെക്ട് ഉണ്ട് എപ്പോഴും. ഇതെന്ന് പറയാൻ പറ്റുമോ? ഇത് ഭയങ്കര ശക്തമാണ്. നമ്മുടെ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം. മനസ്സിലായോ? വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. എല്ലാ നമ്മുടെ പ്രാർത്ഥനകളിലും എന്റെ ഇഷ്ടം, ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പ്രിയപ്പെട്ടത്, എനിക്ക് എങ്ങനെ ആയിരിക്കണം, ഇത് എപ്പോഴും ഹൈലൈറ്റഡ് ആയിരിക്കും. ഇതൊരു സൈഡിൽ നിൽക്കുന്ന ഇത് എന്റെ ഇഷ്ടം നടക്കണം. ഇപ്പുറത്ത് ദൈവത്തിന്റെ ഹിതം നിൽക്കുക. ഇപ്പുറത്ത് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് പറയുക എന്റെ ഇഷ്ടം ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നു, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. എന്ത് നടക്കാൻ? എന്റെ ഇഷ്ടം നടക്കാനല്ല, എന്റെ താല്പര്യം നടക്കാനല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കാനല്ല. എന്റെ പോരാട്ടം ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ. പറഞ്ഞു മനസ്സിലായോ? പ്രാർത്ഥനയിലെ പോരാട്ടം, ഞാൻ പോരാടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാല്, കർത്താവ് എന്റെ ഇഷ്ടമല്ല, എനിക്കിതാണ് ഇഷ്ടം, പക്ഷെ എന്റെ ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണം. ഇതിനായി പോരാടുകയാണ്. ഇങ്ങനെ പോരാടണം എന്നപ്പോൾ അവരോട് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയിൽ പോരാട്ടം എന്ന് വെച്ചാൽ എപ്പോഴും എന്റെ ഇഷ്ടം നടക്കണം, എന്റെ ആഗ്രഹം, എനിക്ക് വേണ്ടത്, ആ ഒരു സെൽഫ് എപ്പോഴും നിൽപ്പുണ്ട്. അതിന്റെ ഇപ്പുറത്ത് ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള പദ്ധതിയും ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവും നിൽക്കുക. ഓള് പറയുക, ഇങ്ങനെയൊക്കെയാ എനിക്ക് ആഗ്രഹം, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആഗ്രഹമല്ല, ദൈവത്തിന് എന്താണ് എന്നെ കുറിച്ചുള്ള ഇഷ്ടം അത് നടക്കണം. എന്റെ പ്രിയരെ, നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നറിയാവോ? നിങ്ങൾ ചിന്തിച്ചോ? എത്രത്തോളം നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം എന്നറിയാം. കാരണം ഇത് നമ്മുടെ ജഡത്തിൽ കിടപ്പുണ്ട്. നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോൾ പറയും ദൈവേഷ്ടം നടക്കട്ടെ. When it comes to the ground reality, ആ ഗ്രൗണ്ട് റിയാലിറ്റി വരുമ്പോൾ എത്ര പേരാ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു? നമ്മള് പറയുമ്പോ ദൈവേഷ്ടം നടക്കട്ടെ, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയല്ലേ, ദൈവത്തിന് ഇഷ്ടമാണ് നടക്കട്ടെ. പക്ഷെ ആ സിറ്റുവേഷനില് നോ, ദൈവത്തിന് ഇഷ്ടമൊന്നുമില്ല. താമസിക്കുന്നില്ല. ദൈവത്തിന് നമ്മുടെ ഇഷ്ടം തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓള് പറയാ, എന്റെ ഇഷ്ടം പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രാധാന്യം എന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് ഞാൻ പോരാടുകയാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെ കുറിച്ച്. കാരണം നമ്മുടെ പോരാട്ടം എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. പോരാടി പിടിച്ചു വയ്ക്കുക, അതല്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം വേണം. എന്താ? എന്റെ ദൈവത്തിന്റെ ഹിതം. ഇവിടെ ഈ 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പ്രാർത്ഥനയിൽ പോരാടണം എന്ന് പറയുമ്പോൾ, അവരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അപ്പോസ്തലൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഞാന് കൊറിന്ത്യയിൽ നിന്ന് യെരൂശലേമിലേക്ക് പോവുകയാണ്. അപ്പൊ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ റോമറിലെ ജനങ്ങളോട് പറയുക, ഞാൻ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ യെരൂശലേമിൽ എനിക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാന് ജാതികളെ ദൈവാലയത്തിൽ കയറ്റി എന്ന് പറഞ്ഞ്, ജാതികളെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്, അവിശ്വാസികളുടെ ഒരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഒന്നാമത്തെ അപ്പോസ്തലന്റെ ആഗ്രഹമാണ്. രണ്ടാമത് പറയുക, ഞാൻ കൊണ്ടുപോകുന്ന ഈ ധർമ്മശേഖരം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം. മൂന്നാമത്, ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് അവിടുന്ന് നിങ്ങളാൽ മനം തണുപ്പിച്ച് സ്പെയിനിലേക്ക് പോകണം. 3 ആഗ്രഹങ്ങളാണ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നിർത്തുന്നത്. എന്റെ പ്രിയരെ, ദൈവേഷ്ടം നടക്കാനായിട്ട് പോരാടി പ്രാർത്ഥിച്ച അപ്പോസ്തലന്റെ ജീവിതത്തില് ഒന്നാമത്തെ കാര്യം നടന്നോ? ഒന്നാമത്തെ കാര്യം, അവിശ്വാസികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ച അപ്പോസ്തലന്റെ ജീവിതത്തിൽ
ഞാൻ ചോദിക്കാം, ഒന്നാമത്തെ കാര്യം നടന്നോ? ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയോ? He was caught. അവരാൽ പിടിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അപ്പോസ്തലനെ പല പ്രാവശ്യം അവർ കൊല്ലുവാൻ നോക്കി, പക്ഷെ അവിടെയൊക്കെ ദൈവം സഹായിച്ചു. പക്ഷേ താൻ ബന്ധനസ്ഥനായി, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കുറ്റവുമായിട്ട് ബന്ധനസ്ഥനായിട്ടാ റോമിലേക്ക് പോകുന്നത്. ആ പോകുന്ന വഴിയിൽ എന്തൊക്കെ സംഭവിച്ചു? അതിന് അതിന് ദൈവം എന്തെങ്കിലും ചെയ്തോ? ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥന, താൻ കൊണ്ടുപോകുന്ന ഈ ധർമ്മശേര അവർക്ക് പ്രസാദകരമായി തീരണം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. മൂന്നാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ഞാൻ അപ്പോസ്തലൻ സന്തോഷമായിട്ടായിരുന്നു, പക്ഷേ താൻ അവിടെ ചെല്ലാൻ ആഗ്രഹിച്ച വിധം അങ്ങനെയല്ലായിരുന്നു, അല്ലെ? കുറ്റവാളിയായിട്ടാണോ അപ്പോസ്തലൻ റോമിൽ ചെല്ലാൻ ആഗ്രഹിച്ചത്? അല്ല. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത് അങ്ങനെയാണോ? അല്ല. പക്ഷെ താൻ എങ്ങനെയാണ് റോമിൽ ചെല്ലുന്നത്? ഒരു കുറ്റവാളിയായിട്ടാണ് ചെല്ലുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അപ്പോസ്തലന്റെ ജീവിതത്തില് ഇത്രയും ഖേദകരമായ, സങ്കടകരമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ how can you Paul say the will of God is good, pleasing and perfect? അപ്പോസ്തലനായ പൗലോസേ, അങ്ങേക്ക് എങ്ങനെ പറയാൻ സാധിക്കും ദൈവത്തിന്റെ ഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളതാണ്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോസ്തലൻ പറയുക, ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ ഹിതം നടന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചോ. കാരണം ദൈവത്തിന്റെ ഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളത്. തന്നെ ബന്ധനസ്ഥനായി റോമിൽ ചെന്ന് പൗലോസേ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫിലിപ്പി ലേഖനം വായിച്ചാൽ മനസ്സിലാവും. കൈസറിന്റെ അരമനയിലും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ചിലരെയും നേടുവാൻ അപ്പോസ്തലന് കഴിഞ്ഞു. കപ്പൽ ഛേദത്തിൽ താൻ അവിടെ എല്ലാവരും നശിച്ചു പോകുന്നെങ്കിലും അപ്പോസ്തലന്റെ ജീവിതത്തിലൂടെ അനേകരെ, കൈസറിന്റെ അരമനയിലുള്ള പട്ടാളത്തിലുള്ള അനേകരെ കർത്താവിന്റെ സഭയിലേക്ക്, കർത്താവിന്റെ മണവാട്ടി സഭയിലേക്ക് ചേർക്കുവാനായിട്ട് അപ്പോസ്തലന് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം എപ്പോഴും എന്റെ പേരെ അവന്റെ നാമം മഹത്വപ്പെടണം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാവിന്റെ വീണ്ടും ജനനമാണ്, ഒരു ആത്മാവിന്റെ നിത്യത, ഒരു ആത്മാവിന്റെ സ്വർഗത്തിനായിട്ട് ഒരു ആത്മാവിനെ നേടുന്നതാ എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കൺസേൺ. അതുകൊണ്ടാ the will of God is നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ളതാണ്. അന്നേരാ ഹല്ലേലൂയ. എന്റെ ജീവിത പങ്കാളി എപ്പോഴും പറയാന്ന്, എനിക്കൊരിക്കലും ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോ, എനിക്ക് നാട്ടിൽ ചെന്ന് നിൽക്കാനായിട്ട് താമസിക്കുന്ന സമയത്ത് എനിക്കൊരു നല്ല വാഹനം തരുന്നത്. പിന്നെ പറയുമായിരുന്നു, ഞങ്ങൾ രണ്ട് രാജ്യത്തിലുള്ളവരില്ലേ, എൻ്റെ കുടുംബത്തിലുള്ളവരും ഞങ്ങളും, അതുകൊണ്ട് അവരുടെ അടുക്കൽ നിൽക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നും പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ പ്രാർത്ഥന കേട്ടു, രണ്ടാമത്തെ പ്രാർത്ഥന കേട്ടു. അവിടെ ചെന്ന് നമുക്ക് നല്ലൊരു വാഹനം ദൈവം ഓടിക്കണം. പക്ഷെ എൻ്റെ കുടുംബത്തിലെ ആൾ നിൽക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ദൈവം ഉത്തരം തരാത്തത് ദൈവത്തിന് നാം പ്രിയപ്പെട്ടവരും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നന്മ, എന്താണ് പൂർണ്ണത, എന്താണ് ദൈവത്തിന് പ്രസാദകരമാകുന്നത് നമുക്കറിയില്ല. സർവശക്തനായ എൻ്റെ ദൈവത്തിന് അറിയാം. നമുക്കതേ തരുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ എൻ്റെ പ്രിയരെ നാം ശ്രദ്ധിച്ചോണേ. ഈ അപ്പോസ്തലൻ നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഈ ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും എപ്പോഴും എൻ്റെ പ്രാർത്ഥനയില്, എൻ്റെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും അവരുടെ ഭാവിയുടെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ജോലിയോട് ദൈവമേ ദൈവത്തിന്റെ ഹിതം നടക്കണം. അതുകൊണ്ട് നമ്മൾ നേതൃത്വം പ്രാർത്ഥിച്ചു. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാടാൻ നമുക്ക്
ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ മാത്രം പാടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ജ്ഞാനം എന്നിൽ